ഒന്ന്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: പഴശ്ശി വിപ്ലവം, നിവർത്തന പ്രക്ഷോഭം, തിരുവിതാംകൂർ കലാപം, കുറിച്യർ കലാപം. ഉത്തരം ഓപ്ഷൻ ബി, നിവർത്തന പ്രക്ഷോഭം. 2, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവർക്ക് നേതൃത്വം വഹിച്ചവരെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക. ചേരുംപടി ചേർക്കാനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് റൈറ്റ് സൈഡിൽ KP കേശവമേനോനാണുള്ളത്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. ഇസ്ലാം ധർമ്മപരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി. പന്മന ആശ്രമം ചട്ടമ്പി സ്വാമികളെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 8, 2, 9, 3, 7, 4, 5 ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, VT ഭട്ടതിരിപ്പാടിനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: കണ്ണീരും കിനാവും എന്ന ആത്മകഥ സൃഷ്ടാവ് കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മേടത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽ പെട്ടത്. ഇതാണ് 4 ഓപ്ഷൻസ്. അതിനകത്ത് സി തെറ്റാണ്. നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നുള്ളത് തെറ്റാണ്. VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ച വ്യക്തിയാണ് ആര്? VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ്. അപ്പോൾ സി തെറ്റാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? സി തന്നെയാണ്. ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. ശരിയാണ്. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നത്. ശരിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം. അതും ശരിയാണ്. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തന വിധേയമാക്കപ്പെട്ടു. കറക്റ്റാണ്. ശരിയാണ്. 1921, 22 വർഷങ്ങളാണ് നടന്നത്. അതും ശരിയാണ്. അപ്പം എല്ലാം ശരിയാണെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡി. 4ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 5, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന്. ഓപ്ഷൻസ്: 1985, 1905, 1921, 1947. ഉത്തരം ഓപ്ഷൻ എ, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ഓക്കെ. 6, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ചില സംഭവങ്ങളെ ചുവടെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. 4 എണ്ണം ഉണ്ട്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 നടന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം 1919 നവംബർ 1920 കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. സ്വരാജ്യ പാർട്ടിയുടെ രൂപീകരണം 1923 സൈമൺ കമ്മീഷൻ വരുന്നത് 1927, 28 കാലങ്ങളിലാണ്. ഓക്കെ. അപ്പോൾ ഓർഡറിൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4. ഓക്കെ. 7ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം, ISROയുടെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, ബാംഗ്ലൂരു. 8, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസുമാണ്. ഓക്കെ. 9, ഇത് സിലബസിലുള്ള ചോദ്യമല്ല, നോക്കാം. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. യൂഫ്രട്ടിസ്, ടൈഗ്രിസ് നദീതടങ്ങൾ നിലനിന്നിരുന്നത് BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. പ്രധാന പട്ടണമാണ് ഉർ. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. അതിൽ 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. ബാക്കി 3ഉം ശരിയാണ്. അപ്പോൾ 2ാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 9 ബി ആണ് ഉത്തരം. ഓക്കെ. 10, മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏതു രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, പാകിസ്ഥാനിലാണ്. മോഹൻജദാരോ, ഹാരപ്പയൊക്കെ പാകിസ്ഥാനിലാണ്. ഓക്കെ. 11, 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തതാര്? പെടാത്തതാണ്, പെടാത്തത്. ഓപ്ഷൻസ്: ഡേവിഡ് കാർഡ്, ജോഷുവ ഡി ആൻഗ്രിസ്റ്റ്, ഗൈഡോ ഈംബൻസ്, മരിയ റസ. ABC അവർ 3 പേരും അതിനകത്ത് 2021 സാമ്പത്തിക വർഷത്തിൽ നോബൽ സമ്മാനം ലഭിച്ചവരാണ്. പെടാത്തത് മരിയ റസയാണ്. ഉത്തരം ഓപ്ഷൻ ഡി, മരിയ റസ. 12, 2023 നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയെക്കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക. 3, 5, 8, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തിയതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തു. സംഘടനാ ചുമതല CBSEക്കായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് വേണ്ടി നടത്തിയതാണ്. കുട്ടികളിലെ പഠന വിടവ് കണ്ടെത്തുന്നതിന് ഇത് സഹായകമാകും. ഈ ഓപ്ഷൻസ് എല്ലാം കറക്റ്റാണ്. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 13, ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, മെർക്കാറ്ററാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് ആരാണ്? മെർക്കാറ്റർ. ഓക്കെ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചൂണ്ടി നൽകിയിട്ടുള്ളത്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവനകൾ നോക്കാം. മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്.
സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്ത് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ചുവടെ നൽകിയിട്ടുള്ളത് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് 4ാമത്തത് മാത്രമേ തെറ്റായിട്ടുള്ളൂ. റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ അല്ല പ്രതിഫലിപ്പിക്കുന്നത്, അയണോസ്ഫിയർ ആണ്. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാണ്. മീസോസ്ഫിയർ ഉൾക്കാവലത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് കറക്റ്റാണ്. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന ട്രോപ്പോസ്ഫിയർ, മഴ മഞ്ഞൊക്കെ ഉണ്ടാകുന്ന ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ ആണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നത് തടയുന്നത്. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നത് തടയുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളിയൊക്കെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. ഓക്കെ. 15 വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലുള്ള വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ ഏജൻസി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രമാണ്. ഓക്കെ, രാഷ്ട്രം. 16 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 17 ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. 1 രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. അത് ശരിയാണ്. ഓക്കെ. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അത് തെറ്റാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. ശരിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷ പദം ഉപരാഷ്ട്രപതിയാണ് വഹിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. അത് തെറ്റാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അപ്പോൾ അതും തെറ്റാണ്. 2ഉം 4ഉം തെറ്റാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 2ഉം 4ഉം തെറ്റ്. ഓപ്ഷൻ ബി ആണ്. 17 ഓപ്ഷൻ ബി 2ഉം 4ഉം തെറ്റാണ്. 18 റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ആരാണ്? അറിയാം. ഓപ്ഷൻ ബി ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ശക്തികാന്ത ദാസ്. 19 ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷക പേടകം ഏതാണ്? 19 ഉത്തരം ഓപ്ഷൻ എ പെർസീവറൻസ് ആണ്. ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷക പേടകം പെർസീവറൻസ്. ഓപ്ഷൻ എ ആണ് പെർസീവറൻസ്. 20 മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത ഡാഷ് ഡെസിബലിൽ കൂടുതലാണ്. ഉത്തരം ഓപ്ഷൻ ബി 120 ഡെസിബലിൽ കൂടുതലാണ്. മനുഷ്യൻ്റെ ചെവിക്ക് വേദന ഉണ്ടാകുന്ന സ്വരത്തിൻ്റെ ഉച്ചത എന്ന് പറഞ്ഞാൽ 120 dBക്ക് മുകളിലാണ്. 21 സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. കർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് കർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 22 കൂട്ടത്തിൽ പെടാത്തത് ഏത്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വേഗമാണ്. ബാക്കി സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗമൊക്കെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള സദിശ അളവുകളാണ്. വേഗം എന്ന് പറയുന്നത് ഒരു അതിശ അളവാണ്. ഓക്കെ. 23 ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ്. ഉത്തരം ഓപ്ഷൻ ഡി വശകത. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശകത. 24 ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം ഏത്? ഉത്തരം എ ആണ്. കറുപ്പ് നിറത്തിലാണ് ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം ഏതാണ്? കറുപ്പ്. 25 ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കാനായി 8 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ല് നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നുവെങ്കിൽ ആ പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2 ആണ് ഉത്തരം. 26 താഴെ തന്നിരിക്കുന്നതിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? 26ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഗ്ലിസറിനാണ്. 27 കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ എ കായംകുളമാണ്. കായംകുളം. 28 സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിലൊന്നായ GJ367b ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? 28ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 31 പ്രകാശവർഷം അകലെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. 29 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ച് കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിൻ്റെ മാസ് എത്ര ശതമാനമാണ്? 29ൻ്റെ ഉത്തരം എ ആണ്. 20 ആണ് ഉത്തരം. 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ച് കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിൻ്റെ മാസ് ശതമാനം എത്രയാണ്? 20 ആണ്.
30 വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി നേരനുപാതമാണ്. ഇപ്പോൾ വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി നേരനുപാതത്തിലാണ്. 31 മാലക്കൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? മാലക്കൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കോപ്പറിൻ്റെ അയിരാണ് മാലക്കൈറ്റ്. 32 മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം. ഉത്തരം സി ആണ്, 16 ആണ്. ഉത്തരം ഓപ്ഷൻ സി 16. 33 താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണ്? 33ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി Mg2+, Na ആണ്. ഓക്കെ. 34 അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? 34ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാറ്റയോണിൻ്റെ വലിപ്പം കുറയുക. അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? കാറ്റയോണിൻ്റെ വലിപ്പം കുറയുകയാണ്. 35 തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? 35ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി CH4-നാണ്. CH4 തന്നിരിക്കുന്ന അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? CH4. 36 ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏത് വർഷമായിരുന്നു? 36ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 2019 ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം. 37 2021 രസതന്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? 37ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മക്മില്ലനുമാണ് 2021 രസതന്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ നോബലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2021 2022 പ്രഖ്യാപിച്ചു തുടങ്ങി. അപ്പം നോബലൊക്കെ നോക്കി വയ്ക്കുക. ഓക്കെ. 38 പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്. ബി അന്നജം ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ സൈലത്തിലൂടെ സഞ്ചരിച്ച് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു. സി പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്. ഡി ഹരിതകം ബി കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണം നേരിട്ട് പങ്കെടുക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 38ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണെന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 39 ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? 39 ബി ആണ് ഉത്തരം, റോബർട്ട് എച്ച് വിറ്റാക്കർ. ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ. 40 വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ADH ആണ്, ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ. ADH ആണ് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ. 41 എക്സൈറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, സുവോളജിക്കൽ ഗാർഡൻ, നാഷണൽ പാർക്ക്. ഉത്തരം ഓപ്ഷൻ ഡി നാഷണൽ പാർക്കാണ്. അതൊരു ഇൻസൈറ്റു ആണ്, കൺസർവേഷനാണ്. നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ് അങ്ങനെയൊക്കെയുള്ളത് ഇൻസൈറ്റു കൺസർവേഷനകത്ത് ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങളൊക്കെ ഇൻസൈറ്റു കൺസർവേഷനകത്താണ്. എക്സൈറ്റു കൺസർവേഷനകത്ത് ഉൾപ്പെടുന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക് മുതലായവ. ഓക്കെ. 42 ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? 42 ഉത്തരം ഓപ്ഷൻ സി മെഡില്ല ഒബ്ലാങ്കേറ്റയാണ്. ഹൃദയസ്പന്ദനം, ശ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡില്ല ഒബ്ലാങ്കേറ്റയാണ്. ഓക്കെ. ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രോ ആണ്. ഓക്കെ. 43 ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അത് പറഞ്ഞു. 43 അത് മെഡില്ല ഒബ്ലാങ്കേറ്റ പറഞ്ഞു. 43 താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏതാണ്? 43 ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോളൻ കൈമയുടെ പ്രത്യേകതകളാണ് കൊടുത്തിരിക്കുന്നത്. കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമയുടേത്. അതുപോലെ തന്നെ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻ കൈമയാണ്. സജീവ സസ്യകലയുമാണ് കോളൻ കൈമ. കോളൻ കൈമയുടെ പ്രത്യേകതകളാണ് പ്രസ്താവനകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി കോളൻ കൈമയാണ്. ഓക്കെ. 44 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒമിക്രോൺ ഏതാണ്? 44 ഉത്തരം ഓപ്ഷൻ സി ആണ്, ബി 1.1.529 ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഒമിക്രോണിന് കൊടുത്തിരിക്കുന്ന നമ്പറാണ്, അതാണ് ഒമിക്രോൺ, ബി 1.1.529. 45 സൈലൻറ്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി റേച്ചൽ കഴ്സൺ ആണ്.